ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മളൊരു കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ തുടക്കക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകുന്നത് മുന്നോട്ട് വണ്ടി ഓടിക്കാനായിട്ടാണ്. അതെങ്ങനെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം എന്നുള്ളതാണ് പലരുടെ ഒരു ശ്രദ്ധ. എന്നാൽ അതിന് ഒപ്പം തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു വാഹനം റിവേഴ്സിലേക്ക് എടുക്കുക. റിവേഴ്സ് ഓടിക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് മിറർ നോക്കിക്കൊണ്ട് വണ്ടി റിവേഴ്സ് എടുക്കാനായിട്ട് അറിയത്തില്ല. അതുപോലെ തന്നെ മിറർ നോക്കുന്ന സമയത്ത് ആദ്യം ഏത് മിറർ നോക്കണമെന്ന് അറിയത്തില്ല. കാരണം 3 മിററുകളാണ് നമുക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വാഹനം മിറർ നോക്കിക്കൊണ്ട് റിവേഴ്സിലേക്ക് കൃത്യമായിട്ടും ഈസി ആയിട്ടും ഓടിക്കാനും, അതുപോലെ തന്നെ നമുക്ക് റിവേഴ്സിലേക്ക് ഒരു സൈഡിലേക്കൊന്ന് വണ്ടി പാർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നു, അല്ലെങ്കിൽ കുറച്ച് ബാക്ക് സൈഡിലേക്ക് വണ്ടി എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പുറകിലുള്ള വാഹനങ്ങളെ തട്ടാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക, ഒത്തിരി പ്രയോജനം ചെയ്യും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഇത്തരത്തിലുള്ള ഡ്രൈവിംഗ് ടിപ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ എൻ്റെ വാഹനം കിടക്കുന്നത് എൻ്റെ വീടിന് മുന്നിലാണ്. എനിക്ക് ഇവിടുന്ന് റിവേഴ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എളുപ്പമാണ്. പക്ഷേ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു സ്പേസിൽ റിവേഴ്സ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ഈ വീടിൻ്റെ മുന്നിൽ നിന്ന് വാഹനം നമുക്ക് റോഡിലേക്ക് ഇറങ്ങി വരണം. ഓക്കെ, നിങ്ങൾ നോക്കുക. അപ്പോൾ റോഡിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നമുക്കത് ഈ ഒരു സൈഡിലാണെങ്കിലും ചെറിയൊരു മതിലും കാര്യങ്ങളും ഉണ്ട്, അവിടെ ഒന്നും തട്ടാനും പാടില്ല. അപ്പം നമുക്ക് റിവേഴ്സ് എടുക്കാനായിട്ടുള്ള ട്രിക്ക് പറഞ്ഞുതരാം. മിറർ എങ്ങനെ, ഏത് മിറർ ഒക്കെ നോക്കണമെന്നും പറഞ്ഞുതരാം. നിങ്ങൾ ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ വാഹനത്തിന്റെ റൈറ്റ് സൈഡിലെ മിറർ എങ്ങനെയാണ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് നമ്മുടെ വണ്ടിയുടെ ബോഡിയുടെ ആ ഒരു ഭാഗം നമുക്ക് കാണേണ്ടത് ഒരു 20% കണ്ടാൽ മതി. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, താഴോട്ട് കൂടുതൽ ഇങ്ങനെ ഇറക്കി അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല, ഒത്തിരി മുകൾ ഭാഗത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. ഏകദേശം നമ്മുടെ വണ്ടിയുടെ മേൽഭാഗവും താഴ്ഭാഗത്തിനും ഇടയിൽ വരുന്ന ഒരു നടുഭാഗം കാണാവുന്ന രീതിയിൽ ഇത്തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ബാക്ക് സൈഡിലെ ഡോർ ഹാൻഡിൽ ക്ലിയർ വ്യൂ ആയിട്ട് ലഭിക്കണം. അപ്പോൾ നമുക്ക് ആ റോഡ് കാണാം, അതോടൊപ്പം തന്നെ ബാക്ക് സൈഡിലുള്ള ഒബ്ജക്റ്റുകളെയും മുകൾ ഭാഗവും ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. ഇങ്ങനെ നിങ്ങൾ റൈറ്റ് സൈഡിലെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാവുള്ളൂ. ഈ സെയിം രീതിയിൽ തന്നെ ലെഫ്റ്റ് സൈഡ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലെ മിറർ ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പുറകിൽ എൻ്റെ ഒരു വാഹനം കിടപ്പുണ്ട്, അതെനിക്ക് ഈ മിററിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി സെൻറ്റർ മിറർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പൂർണ്ണമായിട്ട് ബാക്ക് സൈഡ് കാണാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഇത് കണ്ടോ? അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു കാർ കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ നോട്ടം എങ്ങനെയാണ് ആദ്യം പോകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. നിങ്ങൾ നോക്കുക, എൻ്റെ കാല് ബ്രേക്കിലും ക്ലച്ചിലും വരുന്നു. ഞാൻ വാഹനം റിവേഴ്സ് എടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ ചെരുപ്പിട്ടല്ല വീഡിയോ ചെയ്യുന്നത്, ജസ്റ്റ് നിങ്ങളെ ഒന്ന് പെട്ടെന്ന് നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ആദ്യം ഞാൻ നോക്കുന്നത് എവിടെയാണ്? എൻ്റെ സെൻറ്റർ മിററാണ്. ഇപ്പോൾ പുറകിൽ കൂടെ ഒരു ആൾ നടന്നു പോകുന്നു, എൻ്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ സെൻറ്റർ മിറർ ആയിരിക്കണം നിങ്ങൾ ആദ്യം എപ്പോഴും നോക്കേണ്ടത്. കാരണം നമുക്ക് ബാക്ക് സൈഡിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ എന്നറിയണമെന്നുണ്ടെങ്കിൽ സെൻറ്റർ മിറർ ആദ്യം നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ലെഫ്റ്റ് സൈഡിലെ മിററും ജസ്റ്റ് നോക്കുക, റൈറ്റ് സൈഡിലെ മിററും നോക്കുക. പ്രത്യേകിച്ച് ഇത്തരത്തിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ പുറകിൽ നിന്ന് നമുക്ക് നല്ലൊരു വ്യൂ ലഭിക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? തിരിഞ്ഞ് നിങ്ങളുടെ ഈ ഒരു നോട്ടം കൂടെ ഡ്രൈവിങ്ങിൽ വളരെ അനിവാര്യമാണ്. കാരണം മിറർ നോക്കുന്നതിനോടൊപ്പം ചില ബ്ലൈൻഡ് സ്പോട്ടുകളുണ്ട്, അത് നമ്മൾ കൃത്യമായിട്ട് തിരിഞ്ഞ് നോക്കിയേ പറ്റൂ. അതിന് വേറെ ഒരു ഓപ്ഷനുമില്ല. അതിനെന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കി വണ്ടികൾ എന്തെങ്കിലും വരുന്നുണ്ടോ, അല്ലെങ്കിൽ സൈഡിൽ കൂടെ കുഞ്ഞു കുട്ടികളോ പ്രായമായ അമ്മമാരോ അങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മൾ അത് കറക്റ്റായിട്ട് നോക്കണം. അതിന് ഇങ്ങനെ തന്നെ തിരിഞ്ഞു നോക്കുക, മിറർ ഇങ്ങനെ തന്നെ ചെയ്യുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം എൻ്റെ വാഹനം ഈ ഒരു സൈഡിലേക്കാണ് എനിക്ക് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ സൈഡിലേക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ എൻ്റെ വണ്ടിയുടെ ബാക്ക് സൈഡ് ഇടത്തെ സൈഡിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? സ്റ്റിയറിങ് ജസ്റ്റ് നേരെയാക്കുന്നു, റിവേഴ്സ് ഗിയറിലേക്ക് കറക്റ്റായിട്ട് ഇടുന്നു. എന്നിട്ട് ഞാനിവിടെ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, എൻ്റെ കാല് ബ്രേക്കിലും ക്ലച്ചിലും ഉണ്ട്. ഓക്കെ, ഇവിടെ ചെറിയൊരു സ്ലോപ്പ് ആയിട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക് ചെയ്യാൻ അയക്കുമ്പോൾ തന്നെ എൻ്റെ വണ്ടി ഇതുകൊണ്ടോ നീങ്ങും. ക്ലച്ച് ചവിട്ടിയിട്ട് ജസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ അയച്ചാൽ വണ്ടി പുറകോട്ട് പോകും. അപ്പോൾ അത് നിങ്ങളൊരു ട്രിക്ക് മനസ്സിലാക്കണം. നമ്മുടെ വണ്ടി ഒരു സ്ലോപ്പിലാണ് കിടക്കുന്നതെങ്കിൽ, വീടൊരു മുന്നിൽ സ്ലോപ്പും ബാക്കിലേക്ക് ചെറിയ ഇറക്കമായിട്ട് ഉള്ള സ്ഥലമാണെങ്കിൽ എന്ത് ചെയ്യുക? ക്ലച്ച് ചവിട്ടിയിട്ട് ജസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ അയച്ചാൽ വണ്ടി ബാക്കിലേക്ക് പോരും. എന്നിട്ട് എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ വണ്ടിയുടെ ബാക്ക് പോകേണ്ടത് ഇടത്തെ സൈഡിലേക്കാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? പതിയെ നേരെ ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുന്ന സമയത്ത് ഞാനിത് ഇവിടെ ലെഫ്റ്റ് സൈഡ് നോക്കുന്നു, അവിടുന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുന്നു, ഒപ്പം മിറർ നോക്കുന്നു, ഇവിടെ റൈറ്റ് സൈഡ് നോക്കുന്നു, ഇവിടെ ഒരു മതിലുണ്ട്, കണ്ടോ? അപ്പം ഞാൻ എൻ്റെ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ മതിൽ തട്ടുകയോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഞാൻ ഇവിടുത്തെ സ്പേസ് നോക്കുകയാണ്. സ്പേസ്
നോക്കുന്ന സമയത്ത് തട്ടത്തില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ബ്രേക്ക് എന്ന് അയച്ച് ഞാൻ ക്ലച്ച് ഓട്ടി ഇവിടെ ഇറങ്ങി. ഓക്കെ, നിങ്ങൾ നോക്കിയേ, ഈ ഒരു ഭാഗം ഇറങ്ങി. ഇനി ഇടത്തെ സൈഡിലേക്കാണ് എൻ്റെ വണ്ടി പോകേണ്ടത്. അതോടൊപ്പം തന്നെ ഇവിടെ എൻ്റെ ഒരു വണ്ടിയും കിടപ്പുണ്ട്, അവിടെയും തട്ടാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ഒടിച്ചു കൊടുക്കുന്നു. അപ്പം ഞാൻ ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണ്, പുറകിൽ ഇവിടെ ഒരു വണ്ടിയുണ്ട്, ലെഫ്റ്റ് സൈഡ് നോക്കണം, റോഡിൽ ഇവിടെ നോക്കണം, ഈ സൈഡ് നോക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ബ്രേക്ക് അയച്ചിട്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് ഇതേ ഈ സൈഡ് ഞാൻ ജസ്റ്റ് നോക്കുന്നു, ഇവിടെ നോക്കുന്നു, ഓക്കെ, ഈ സൈഡ് നോക്കുന്നു. കണ്ട, അപ്പം നമ്മുടെ നോട്ടം പോകേണ്ടത് ഇങ്ങനെ മാറിപ്പോണം. ഓക്കെ, എന്നിട്ട് നമ്മളിങ്ങനെ ബാക്ക് സൈഡിലേക്ക് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ബാക്കിലെ വണ്ടി നോക്കി, കണ്ടോ, ആ വണ്ടി നോക്കുന്നു, എന്നിട്ട് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഇനി ആ വണ്ടിയുടെ അടുത്തോട്ട് എൻ്റെ വണ്ടി ചെല്ലും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഞാൻ സ്റ്റിയറിംഗ് ഇനി വലത്തെ സൈഡിലേക്കാണ് ഓടിച്ചു കൊടുക്കേണ്ടത്. ഒപ്പം തന്നെ ഇതേ റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്നു, തട്ടുവാൻ നോക്കുന്നു, ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുന്നു, കണ്ടോ. എന്നിട്ട് ജസ്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരിക, ആക്സിലറേഷൻ കൊടുത്തതേ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുകയാണ്. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഇവിടെ ഇങ്ങനെ തിരിഞ്ഞ് നമുക്ക് പ്രോപ്പറായിട്ട് വരാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം നമ്മുടെ നോട്ടമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, സെൻറ്റർ മിററിന് വളരെ പ്രാധാന്യം കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ മിറർ മാറി മാറി നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ നിങ്ങളുടെ നോട്ടം പോകണം. ഓക്കെ, ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് നോട്ടം പോകണം, അതുപോലെ തന്നെ ഇങ്ങനെ നോട്ടം പോകണം. ഓക്കെ, അപ്പം മിറർ നോക്കി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സൈഡുകളിലും നമുക്ക് കറക്റ്റായിട്ട് അത് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇപ്പം തന്നെ ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇങ്ങോട്ട് എടുക്കുന്നു, ഇവിടെ ഒരു ബൈക്ക് ഇരിപ്പുണ്ട്, കുറച്ചും കൂടെ മുന്നോട്ട് ഞാനിത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചെടുത്തു. ഇനി വീണ്ടും ഞാൻ റിവേഴ്സ് ഗിയർ കൊടുക്കുകയാണ്. എന്നിട്ട് എൻ്റെ വണ്ടി ഇവിടോട്ടൊന്ന് ചേർത്ത് നിർത്തണം. നിങ്ങൾ നോക്കിയേ, ഇപ്പം കുറച്ച് മാറിയാണ് കിടക്കുന്നത്. അപ്പം ലെഫ്റ്റ് സൈഡിലേക്കാണ് എൻ്റെ വണ്ടി ചേർത്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് ഓടിക്കുന്നു. ഓക്കെ, എന്നിട്ട് നമുക്കൊരു സൈഡിലേക്കാണ് ചേർത്ത് നിർത്തേണ്ടതെങ്കിൽ ഒടിച്ചിട്ട് എന്ത് ചെയ്യണം, ലെഫ്റ്റ് മിറർ നോക്കുക. ദേ ലെഫ്റ്റ് മിററിൽ നോക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ഒബ്ജക്റ്റുകൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് പരമാവധി ആ സൈഡിലേക്ക് ചേർക്കുക. അതിന് ജസ്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് എൻ്റെ വണ്ടി ഞാനിത് ആ ഒരു സൈഡിലേക്ക് പരമാവധി എൻഡ് ചേരുന്നു. ചേർന്നാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് വീണ്ടും റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു പിടിക്കണം. ഓക്കെ, അങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ ഈ റോഡിൻ്റെ നടുഭാഗത്തേക്ക് വന്ന വണ്ടിയുടെ മുൻവശം ഇങ്ങോട്ട് മാറി കിട്ടും. നിങ്ങൾ നോക്കുക, റൈറ്റ് സൈഡിലേക്ക് തിരിക്കുന്നു, എന്നിട്ട് ജസ്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്തെടുക്കുമ്പോൾ നിങ്ങൾ നോക്കി എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ഇങ്ങോട്ട് മാറി വരികയാണ്. കണ്ടോ, ഇപ്പോൾ എൻ്റെ വണ്ടി മാക്സിമം സൈഡിലേക്ക് ചേർന്നാൽ ഉടൻ തന്നെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുക, സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ മിറർ നോക്കേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സെൻറ്റർ മിററിൽ ഇങ്ങനെ നോക്കുക, റൈറ്റ് സൈഡ് നോക്കുക, ലെഫ്റ്റ് സൈഡ് നോക്കുക, എന്നിട്ട് ഇങ്ങനെ നമ്മൾ നോക്കണം, ഇങ്ങനെ നോക്കണം. അങ്ങനെ എല്ലാ ഏരിയയിലേക്കും നമ്മുടെ നോട്ടം ചെല്ലാനായിട്ട് ശ്രമിക്കണം. കാരണം മിററിലൂടെ മാത്രം നമുക്ക് എല്ലാം കാണാനായിട്ട് സാധിക്കത്തില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മിറർ നോക്കുന്നതിനോടൊപ്പം ഇങ്ങനെ ഒരു നോട്ടം കൂടെ ചെല്ലുക. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.